ഹായ് കൂട്ടുകാരെ, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടുവളപ്പിലും തോട്ടങ്ങളിലും സാധാരണയായി കാണുന്ന ഒരു പ്രധാന പ്രശ്നത്തെക്കുറിച്ചാണ്. ഈ കാണുന്നത് മാവാണ്. മാവിലുണ്ടാകുന്ന ഒരു പരാത സസ്യം, അതിൻ്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് മാംഗിഫെറ ഇൻഡിക്ക. കേരളത്തിൽ വളരെ പ്രിയപ്പെട്ട ഒരു ഫലവൃക്ഷമാണ് നമ്മുടെ മധുരമുള്ള മാമ്പഴം നൽകുന്ന ഈ മരം. നമ്മുടെ സംസ്കാരത്തോടും ജീവിതത്തോടും ഏറെ ബന്ധപ്പെട്ടതാണ് ഈ മാവ്. എന്നാൽ ചിലപ്പോൾ മാവിൻ്റെ കൊമ്പുകളിൽ മറ്റൊരു സസ്യം വളരുന്നത് നമ്മൾ ശ്രദ്ധിക്കും. ഇത് സത്യത്തിൽ സാധാരണ ഒരു ചെടിയല്ല, ഇതൊരു പരാത സസ്യമാണ്. പാരാസിറ്റിക് പ്ലാന്റ് എന്നാണ് ഇതിന് പറയുന്നത്. ഇത് നമ്മുടെ വീട്ടുമുറ്റത്ത് നിന്ന ഒരു മാവാണ്. നിറച്ച് കായ്ക്കുന്നതായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചതുകൊണ്ട് ഇത് കായ്ക്കുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ ഈ പരാത സസ്യം എന്താണെന്ന് അറിയാമോ കൂട്ടുകാരെ? സ്വന്തമായി ആവശ്യമായ ആഹാരം പൂർണ്ണമായി നിർമ്മിക്കാൻ കഴിയാതെ മറ്റൊരു സസ്യത്തിൽ നിന്നും ജലവും പോഷകങ്ങളും ശോഷിച്ച് ജീവിക്കുന്ന ഈ സസ്യങ്ങളെയാണ് നമ്മൾ ഈ പരാത സസ്യം എന്ന് പറയുന്നത്. ഇവ ആശ്രയ സസ്യത്തിൻ്റെ തണ്ടിലോ കൊമ്പിലോ ഇത് പറ്റിപ്പിടിച്ച് വളരും. മാവിൽ സാധാരണ കാണുന്ന ഒരു പരാത സസ്യമാണ് ഡെൻഡ്രോഫോത്തോഫാൽക്കാറ്റ. ഇത് ഇന്ത്യൻ മിസ്റ്റോലോറ്റോ എന്നും അറിയപ്പെടുന്നുണ്ട്. ഇതെങ്ങനെയാണ് മാവിൽ വളരുന്നതെന്ന് പറഞ്ഞു തരാം. പക്ഷികൾ ഇവയുടെ വിത്തുകൾ മാവിൻ്റെ കൊമ്പുകളിൽ ഇടുകയും അവിടെ നിന്നാണ് ഇത് മുളച്ച് ഉയരുന്നത് എന്ന് പറയപ്പെടുന്നു. വിത്ത് മുളച്ച ശേഷം ചെറിയ വേരുകൾ മാവിൻ്റെ കൊമ്പിനകത്ത് കയറുകയും അവിടെ നിന്ന് ആ സസ്യത്തിന് വേണ്ട ജലവും ധാതുക്കളും പോഷകങ്ങളും എടുത്ത് ജീവിക്കുകയും വളരുകയൊക്കെ ചെയ്യും. ഇതുവഴി മാവിന് ലഭിക്കേണ്ട പോഷകങ്ങൾ കുറയാൻ തുടങ്ങും. അതുകൊണ്ട് മാവിനുണ്ടാകുന്ന ദോഷങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ഈ പരാത സസ്യം വളർന്നു കഴിഞ്ഞാൽ മാവിൻ്റെ വളർച്ച മന്ദഗതിയിലാകും. ഇലകളെല്ലാം മഞ്ഞ നിറമാകും, കൊമ്പുകളെല്ലാം ഉണങ്ങും, മാങ്ങ പൂക്കളോ കായ്കളോ ഉണ്ടാകത്തില്ല, പൂക്കളും പഴങ്ങളും എല്ലാം കുറയും. ചിലപ്പോൾ ഇത് മുഴുവനായിട്ട് ഈ മാവിൻ്റെ കൊമ്പ് തന്നെ നശിക്കാം. ദീർഘകാലം ഇത് നീക്കം ചെയ്യാതെ വച്ചാൽ മാവിൻ്റെ ആരോഗ്യനില ഗണ്യമായി തന്നെ കുറഞ്ഞു പോകുന്ന ഒരു ഇതായിട്ട് മാറും. ഇത് തിരിച്ചറിയാനുള്ള ലക്ഷണങ്ങളെന്ന് പറയുന്നത്, മാവിൽ പരാത സസ്യമുണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാക്കാമെന്ന് ഞാൻ പറയാം. കൊമ്പുകളിൽ വേറിട്ട രീതിയിൽ വളരുന്ന ചെടി, മാവിൻ്റെ ഇലകളിൽ നിന്ന് വ്യത്യസ്ത രൂപമായിരിക്കും. ചിലപ്പോൾ ചുവപ്പ്, ഓറഞ്ച് അങ്ങനെ നിറമുള്ള പൂക്കൾ കാണപ്പെടും. പിന്നെ ഒരു കൊമ്പ് മാത്രം ക്ഷയിക്കുന്ന അവസ്ഥ, ഒരു കൊമ്പ് മാത്രം ക്ഷയിക്കുകയാണെങ്കിൽ ഇവ കണ്ടാൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിൻ്റെ നിയന്ത്രണ മാർഗങ്ങൾ എന്ന് പറയുന്നത്, ബാധിച്ച കൊമ്പ് വെട്ടി നീക്കുക എന്നേ ഉള്ളൂ. പരാത സസ്യമുള്ള കൊമ്പ് 10-15 സെൻറ്റിമീറ്റർ താഴെ വരെ വെട്ടി നീക്കുന്നതാകും നല്ലത്. തോട്ടപരിപാലനം, മരങ്ങൾ ഇടയ്ക്കിടെ പരിശോധിക്കുക, വൃത്തിയായി സൂക്ഷിക്കുക, വെട്ടിയ ഭാഗങ്ങൾ കത്തിക്കുകയോ ശരിയായ രീതിയിൽ നീക്കം ചെയ്യുകയോ ചെയ്യണം. ജൈവപരിപാലനം, മാവിന് ആവശ്യമായ വളവും ജലവും നൽകുക. ആരോഗ്യകരമായ മാവ് പ്രതിരോധ ശേഷിയുള്ളതായിരിക്കും. പിന്നെ ഇതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്, പരാത സസ്യം കണ്ടാൽ ചെറുതായി കാണാതെ ഉടൻ തന്നെ അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുക. മുഴുവൻ മരം വെട്ടേണ്ടതില്ല, ബാധിച്ച ഭാഗം മാത്രം നമ്മൾ കട്ട് ചെയ്ത് നീക്കുക. സമയം തോറും ഇതിന് നമ്മളിങ്ങനെ പരിശോധന നടത്തുക. നമ്മുടെ മാവെന്ന് പറയുന്നത് നമ്മുടെ വീട്ടുവളപ്പിൻ്റെ ഒരു അഭിമാനം തന്നെയാണ്. നല്ല തണലും നല്ലൊരു നല്ലൊരു വൃക്ഷവും ഒക്കെയാണ്. എന്നാൽ അതിൽ വളരുന്ന പരാത സസ്യങ്ങൾ മാവിൻ്റെ ആരോഗ്യത്തെ ബാധിക്കും.
സമയത്തെ തിരിച്ചറിഞ്ഞ് നീക്കം ചെയ്താൽ മാവ് വീണ്ടും ആരോഗ്യത്തോടെ വളരും, ധാരാളം മാമ്പഴവും നൽകും. ഈ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഇതിനെപ്പറ്റി അറിയാമെങ്കിൽ കമൻ്റായിട്ട് പറയുക. പിന്നെ ഇത് ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന ഒരു മാവാണ്. ഇങ്ങനത്തെ ടിപ്സുകളൊക്കെ അറിയാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. ഇനിയും കൂടുതൽ വീഡിയോകളുമായിട്ട് നിങ്ങളുടെ മുമ്പിലോട്ട് വരുന്നതായിരിക്കും. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് എൻ്റെ വിജയം. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും നന്ദി.